നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഓരോ വീടും ഓരോ വിദ്യാലയമാണ്, മാതാപിതാക്കൾ അധ്യാപകരും. ഇത് കുട്ടികൾക്ക് എന്നതിനേക്കാൾ മാതാപിതാക്കൾക്ക് നൽകുന്ന വലിയ സന്ദേശമാണ്. കുട്ടികൾക്ക് മാതൃകയാക്കി പഠിക്കാൻ തക്കവണ്ണം മാതാപിതാക്കൾ ശുദ്ധരും സത്യസന്ധരുമായിരിക്കണം. അവർ സ്നേഹനിധികളായിരിക്കണം. എൻ്റെ ജീവിതാവസാനം ഞാൻ നിന്റെ പാദത്തിൽ ചേരണം എന്ന പ്രാർത്ഥനയിൽ എല്ലാമുണ്ട്. എൻ്റെ പാപങ്ങൾ തീർന്ന് ഞാൻ ശുദ്ധമാകണമെന്നും എൻ്റെ ഈ ജീവിതത്തിലെ കർമ്മങ്ങൾ തീർന്ന് സ്വസ്ഥമാകണമെന്നും എല്ലാം ഇത് അർത്ഥമാക്കുന്നു. ആഗ്രഹങ്ങളുടെ പട്ടിക നിരത്തി നാം പ്രാർത്ഥിക്കേണ്ടതില്ല. കേൾക്കാം സന്ധ്യാനാമം. ഒരു പിടി പൂക്കളുമാ ഞാനമ്മേ നിൻ തിരുനടയിൽ തൊഴുതു നിന്നു. കൊല്ലുവാഴും ഭഗവതി ഭഗവതി. ഒരു പിടി പൂക്കളുമായി ഞാനമ്മേ നിൻ തിരുനടയിൽ വന്നു തൊഴുതു നിന്നു. ഒരു പിടി പൂക്കളുമായി ഞാനമ്മേ നിൻ തിരുനടയിൽ വന്നു തൊഴുതു നിന്നു. കാണിക്കയായി ഞാൻ അർപ്പിച്ച പൂക്കളിൽ കണ്ണുനീർ പൂവുകളായിരുന്നു അമ്മേ. കൊല്ലൂർ വാഴും ഭഗവതി. ഒരു പിടി പൂക്കളുമായി ഞാനമ്മേ നിൻ തിരുനടയിൽ വന്നു തൊഴുതു നിന്നു. ഉഷപൂജ തൊഴുതു ഞാൻ നിൽക്കവേ മറ്റൊരു ഉഷസെന്ന പോലമ്മ ശ്രീകോവിൽ. ഉഷപൂജ തൊഴുതു ഞാൻ നിൽക്കവേ മറ്റൊരു ഉഷസെന്ന പോലമ്മ ശ്രീകോവിൽ. കർപ്പൂരാരതികൾ ദീപാഞ്ജലികളാൽ കർപ്പൂരാരതികൾ ദീപാഞ്ജലികളാൽ കനകപ്രഭ തൂകി വിളങ്ങി നിന്നു അമ്മ. അതു കണ്ട് ഞാൻ സ്വയം മറന്നു നിന്നു. ഒരു പിടി പൂക്കളുമായി ഞാനമ്മേ നിൻ തിരുനടയിൽ വന്നു തൊഴുതു നിന്നു. ചന്ദനത്തിരികൾ തൻ പരിമളത്താലമ്മ മന്ദസമീരൻ പോൽ തഴുകിയപ്പോ
ചന്ദനത്തിരികൾ തൻ പരിമളത്താലമ്മ മന്ദസമീരൻ പോൽ തഴുകിയപ്പോ പറയുവാൻ കരുതിയൊരൻ ദുഃഖകഥകൾ ഞാൻ പറയുവാൻ കരുതിയോരൻ ദുഃഖകഥകൾ ഞാൻ പറയുവാൻ അന്നേരം മറന്നുപോയി പറയുവാൻ കരുതിയൊരൻ ദുഃഖകഥകൾ ഞാൻ പറയുവാൻ അന്നേരം മറന്നുപോയി ആശ്രിതവത്സലേ അമ്മേ ഭഗവതി ഭഗവതി ആശ്രിതവത്സലേ ഇനി ജന്മമുണ്ടെങ്കിൽ ആശ്രിതവത്സലേ ഇനി ജന്മമുണ്ടെങ്കിൽ ആരതിക്കായി വെൺകർപ്പൂരമാകണം ആശ്രിതവത്സലേ ഇനി ജന്മമുണ്ടെങ്കിൽ ആരതിക്കായി വെൺകർപ്പൂരമാകണം ആരതിക്കായി വെൺകർപ്പൂരമാക്കണം ഒരു പിടി പൂക്കളുമായി ഞാനമ്മേ നിൻ തിരുനടയിൽ വന്നു തൊഴുതു നിന്നു കാണിക്കയായി ഞാൻ അർപ്പിച്ച പൂക്കളും കണ്ണുനീർ പൂവുകളായിരുന്നു അമ്മേ കൊല്ലോ ആഴും മൂകാംബികേ അമ്മേ 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 കൊല്ലൂർ വാഴും മൂകാംബികേ ഭഗവതി 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 സൂര്യന് 2 ഭാര്യമാരും നിരവധി സന്താനങ്ങളും ഉണ്ടായിരുന്നു. സൂര്യപുത്രന്മാരെ കുറിച്ചാണ് ഇന്നത്തെ കഥയമമ്മ വിശദീകരിക്കുന്നത്. കേൾക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സൂര്യഭഗവാനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിത്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഔന്നത്യത്തിലുള്ള ഒരു ദേവതാ സങ്കല്പമാണ്. നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലുള്ള ദേവതകൾക്കൊക്കെ തന്നെ എപ്പോഴും ഒരു കുടുംബ പശ്ചാത്തലം കൂടി ഉണ്ടാവും. മഹാദേവനാണെങ്കിൽ ശ്രീ പാർവതി, മഹാഗണപതി, സുബ്രഹ്മണ്യസ്വാമി, ഇപ്പോൾ ഭഗവാൻ നാരായണനാണെങ്കിൽ ലക്ഷ്മി, എപ്പോഴും ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അർദ്ധാംഗിനിമാർ കൂടെ ഉണ്ടാവും, മക്കൾ കൂടെ ഉണ്ടാവും. സൂര്യഭഗവാനെ സംബന്ധിച്ചിടത്തോളവും സൂര്യനും അതിവിപുലമായിട്ടുള്ള ഒരു കുടുംബമുണ്ട്. ഇന്നത്തെ കഥയമമ്മയുടെ അധ്യായത്തിൽ ഭഗവാന്റെ മക്കളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഭഗവാന്റെ ഭാര്യ, ഭഗവാന്റെ ധർമ്മപത്നി ആരാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള ഏറ്റവും വലിയ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിൻ്റെ മകളായിട്ടുള്ള സംജ്ഞ എന്ന് പറയുന്ന യുവതിയാണ് സൂര്യൻ്റെ ഭാര്യ. ആ ഭാര്യയിൽ നിരവധിയായിട്ടുള്ള പുത്രന്മാർ സൂര്യന് ഉണ്ടായിട്ടുണ്ട്. സൂര്യൻ്റെ ചൂട് താങ്ങാൻ സാധിക്കാതെ ഒരിക്കലും സംജ്ഞയ്ക്ക് തോന്നി ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ നിന്നാൽ ശരിയാവില്ല. എപ്പോഴും അദ്ദേഹം അടുത്ത് വരുമ്പോൾ അതിയായിട്ടുള്ള ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് എനിക്കൊരു വിശ്രമം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സംജ്ഞ തൻ്റെ തോഴിയായിട്ടുള്ള ഛായയെ തൻ്റെ മുറിയിൽ നിർത്തി അവർ തപസ് ചെയ്യാനായിട്ട് പോയി എന്നാണ്. സൂര്യദേവൻ വന്ന സമയത്ത് സംജ്ഞയ്ക്ക് പകരം ഛായയാണ് അവിടെ ഉള്ളത്. പക്ഷെ അത് ഛായയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അത് സ്വന്തം ഭാര്യയാണ് എന്ന് കരുതി ആ ഛായ എന്ന് പറയുന്ന പെൺകുട്ടിയിൽ സൂര്യന് ഒരു മകൻ ജനിക്കുന്നുണ്ട്. ആ മകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് സാക്ഷാൽ ശനീശ്വരൻ. ശനീശ്വരൻ സൂര്യദേവൻ്റെ മകനാണ്.
മറ്റൊരു ഭഗവാന്റെ പ്രധാനപ്പെട്ട മകനാണ് എല്ലാവർക്കും കഥകളിലൂടെ, രാമായണത്തിലൂടെ പ്രത്യേകിച്ച് അറിയാമായിരിക്കും. ഭഗവാന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മകനാണ് സുഗ്രീവൻ. തൻ്റെ സാരഥിയായിട്ടുള്ള ഭഗവാന്റെ തേരിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 7 വെള്ള കുതിരകൾ പൂട്ടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു തേരിലാണ് ഭഗവാൻ സഞ്ചരിക്കുക. അതിൻ്റെ തേരാളി, ആ രഥത്തിൻ്റെ തേരാളി അരുണനാണ്. ആ അരുണന് ഒരു പ്രത്യേക അവസരത്തിൽ ഒരു അപ്സരസായിട്ട് ഒന്ന് രൂപം മാറേണ്ടി വന്നു. ആ അപ്സരസിനെ കണ്ട് മോഹിച്ച സൂര്യനിൽ ആ അരുണനുണ്ടായിട്ടുള്ള, ആ ദമ്പതിമാർക്കുണ്ടായിട്ടുള്ള ഉണ്ണിയാണ് സാക്ഷാൽ വാനര രാജാവായിട്ട് ആ ശ്രീരാമസ്വാമിയെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള കിഷ്കിന്ധയിലെ ബാലി എന്ന രാജാവിൻ്റെ അനുജനായിട്ടുള്ള സാക്ഷാൽ സുഗ്രീവൻ. അപ്പോൾ ശനീശ്വരൻ സൂര്യദേവൻ്റെ മകനാണ്. ഒപ്പം സാക്ഷാൽ സുഗ്രീവൻ സൂര്യദേവൻ്റെ മകനാണ്. മറ്റൊരു സൂര്യപുത്രനെ നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടുള്ള സാക്ഷാൽ കർണൻ. കുന്തിദേവിക്ക് ഒരിക്കൽ ദുർവാസാവ് മഹർഷിയെ വളരെയധികം സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പരിചരിക്കാനുള്ള അവസരം കിട്ടി എന്നാണ്. ആ കുന്തിദേവിയുടെ ഭക്തിയിൽ വളരെയധികം പ്രസന്നനായിട്ടുള്ള ദുർവാസാവ് മഹർഷി അനുഗ്രഹിച്ചു, ഒരു മന്ത്രം കൊടുത്തു. ഈ മന്ത്രം ജപിച്ച് നീ ഏത് ദേവതയെ പ്രാർത്ഥിക്കുന്നോ ആ ദേവതയുടെ ചൈതന്യത്തോടു കൂടിയിട്ടുള്ള ഒരു പുത്രൻ നിനക്കുണ്ടാവും. വളരെയധികം സന്തോഷം തോന്നി ദേവിക്ക്. എങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ട് വിവാഹം കഴിയാത്ത കുന്തി ഈ മന്ത്രം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ടത് ഭഗവാൻ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആ രൂപമാണ്, ആ ഉദയസൂര്യനെയാണ്. ആ സൂര്യനെ തന്നെ സ്മരിക്കാൻ കുന്തിദേവി ആദ്യം ശ്രമിച്ചു എന്നാണ്. ആ മന്ത്രം ഉപയോഗിച്ച് സൂര്യനെ ആവാഹിച്ചു. ഭഗവാൻ ആ അത്യധികം തേജോമയമായിട്ടുള്ള രൂപത്തോടു കൂടി കുന്തിദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ദേവിക്ക് അപകടം മനസ്സിലായത്. താൻ കന്യകയാണ്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ പിതൃത്വം ആരേറ്റെടുക്കും? അതുകൊണ്ട് സൂര്യദേവനോട് മടങ്ങി പോവാനായിട്ട് കുന്തിദേവി അഭ്യർത്ഥിക്കുന്നു. ഇത് തനിക്കെതിരെയുള്ള ഒരു അപമാനമായിട്ടാണ് താൻ കാണുന്നത്. എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ പാടില്ല കുന്തി എന്ന് കുന്തിദേവിയോട് ഭഗവാൻ പറയുന്നു. തൻ്റെ ചൈതന്യത്തെ കുന്തിദേവിയിലേക്ക് ഭഗവാൻ സ്വാംശീകരിക്കുന്നു. അതിനു മുമ്പായി ദേവി ആ സൂര്യദേവനോട് വാങ്ങുന്ന ഒരു വരമുണ്ട്. ഞാൻ എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാതെ എനിക്കൊരു മകനെ അങ്ങ് തന്നാലും. അങ്ങനെയാണ് കുന്തിദേവിക്ക് ആ വരം കൊടുത്തുകൊണ്ട് സൂര്യദേവൻ ആ ചൈതന്യത്തെ ദേവിയിലേക്ക് നയിക്കുന്നതും ആ ദേവിയുടെ ഗർഭത്തിൽ നിന്ന് കർണൻ ജനിക്കുന്നതും. ഒരു തോഴിയുടെ സഹായത്തോടു കൂടി ആ കുട്ടിയെ ആ ദേവി വളരെയധികം വിഷമത്തോടു കൂടി ഗംഗയിൽ ഉപേക്ഷിക്കുന്നു. അധിരഥൻ എന്ന് പറയുന്ന ഹസ്തിനപുരിയിലെ ഒരു സൂതന്, ഒരു തേരാളിക്ക് ആ കുട്ടിയെ ലഭിക്കുന്നു. ആ കുട്ടിയെ ലഭിക്കുമ്പോൾ നോക്കൂ ഭഗവാന്റെ പുത്രനോടുള്ള ആ സ്നേഹം. അപ്പോൾ ആകാശത്തുനിന്ന് സൂര്യൻ്റെ അശരീരിയാണ് ഉണ്ടാവുന്നത്. ഇവൻ ജന്മനാ കവചകുണ്ടലങ്ങളോട് കൂടിയവനാണ്. ഇവനെ ആർക്കും തന്നെ ജയിക്കാൻ സാധിക്കില്ല. ഇവൻ എൻ്റെ പുത്രനാണ്. സൂതപുത്രനായിട്ട് വളർന്നെങ്കിലും സൂര്യപുത്രനായിട്ടുള്ളൊരു കർണനെ മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നു. അപ്പോൾ നോക്കൂ, ശനി ഭഗവാനായിക്കോട്ടെ, സുഗ്രീവനായിക്കോട്ടെ, കർണനായിക്കോട്ടെ, ഇനി ഇതേ സംജ്ഞ ഒരു കുതിരയുടെ രൂപത്തിൽ തപസ് ചെയ്ത സമയത്ത് ആ കുതിരയുടെ രൂപത്തിലുള്ള സ്വന്തം ധർമ്മപത്നിയായിട്ടുള്ള സംജ്ഞയിൽ സൂര്യദേവനുണ്ടായിട്ടുള്ള മക്കളാണ് അശ്വിനി കുമാരന്മാരും രേവന്തമൂർത്തിയും. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള മക്കൾ സൂര്യദേവനുണ്ട്. എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. കർണനെക്കുറിച്ചൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലാണ് മതിയാവുക അല്ലേ? അത്രയധികം യോദ്ധാവായിട്ടുള്ള, അത്രയധികം ധർമ്മത്തിലൂന്നി ജീവിച്ച, അത്രയധികം ദാനധർമ്മങ്ങളിൽ വളരെയധികം കേമപ്പെട്ട അദ്ദേഹത്തെ പോലൊരു മകനെ സൂര്യദേവന് കിട്ടിയില്ലേ? സാക്ഷാൽ നാരായണൻ തന്നെ മനുഷ്യാവതാരം ഭൂമിയിൽ എടുത്ത സമയത്ത് ആ ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടിയ ഒരു സുഗ്രീവനെ മകനായിട്ട് സൂര്യദേവന് കിട്ടിയില്ലേ? നമ്മളെല്ലാവരും ഇന്നും വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്ന ആ നവഗ്രഹങ്ങളിലെ ഈശ്വര പദവിയുള്ള സാക്ഷാൽ ശനീശ്വരനെ മകനായിട്ട് കിട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലേ? അപ്പം അതുപോലെ ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം. എന്ത്? ആർക്കെങ്കിലും ഈ സന്തതി പരമ്പരകളുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾ സൂര്യദേവനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ അങ്ങേക്കുണ്ടായതുപോലെ ഉത്തമരായിട്ടുള്ള പുത്രന്മാരെ അല്ലെങ്കിൽ പുത്രികളെ ഞങ്ങൾക്കും അവിടെ നിന്ന് പ്രദാനം ചെയ്യണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഈ കഥകളൊക്കെ സ്മരിച്ചുകൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പഴയ കാലത്ത് ക്ഷേത്രോത്സവങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രത്യേക വഴിപാടുകൾ മാത്രമായിരുന്നു. പിന്നീടാണ് ഉത്സവങ്ങൾ വിപുലമായി നടത്താൻ തുടങ്ങിയത്. ഇതിൽ പലതിനും ആരാധനയുമായി ബന്ധമൊന്നുമില്ല. എങ്കിലും
ദേശവാസികൾ ഒത്തുകൂടുന്നതിനും സന്തോഷിക്കുന്നതിനും അവസരം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മേന്മ. കാണാം ദീപാരാധന കാഴ്ചകൾ. പല്ലന ശ്രീ പോർക്കലി ചരിത്രം പറയുമ്പോൾ ഈ ഗ്രാമത്തിന്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. കാരണം ശ്രീ പോർക്കലി ദേവി ഈ പ്രകൃതിയുടെ വരദാനം തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി അഴിമുഖത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പല്ലന. കുട്ടനാടിന്റെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിച്ചേരുന്ന പുണ്യനദിയായ പമ്പാ നദി ഉൾപ്പെടെയുള്ള നദികൾ ഒന്നായി ഒഴുകി കടലിലേക്ക് സംഗമിക്കുന്ന സ്ഥാനമാണിവിടം. ഉത്ഭവിച്ചൊഴുകുന്ന ഓരോ നദിയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ആത്മീയ മന്ത്രം കടൽ തന്നെയാണല്ലോ. ഒഴുകി ഒന്നായ നദികൾ ഇവിടെ ധ്യാനത്തിലാണ്ട് കിടക്കുകയാണ്. ഈ പ്രകൃതി സംഗമങ്ങളുടെ മഹാകാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇവിടുത്തെ ഗ്രാമവാസികളും തലമുറകളായി തങ്ങളുടെ ജീവിതമാകുന്ന ഒഴുക്കിൽപ്പെട്ട് മോക്ഷത്തിനായി എത്തിച്ചേരുന്ന പുണ്യഭൂമിയും ശ്രീ പോർക്കലി ദേവിയുടെ തിരുസന്നിധി തന്നെയാണ്. അങ്ങനെ പ്രകൃതി സംഗമങ്ങളുടെയും ആത്മീയ സംഗമങ്ങളുടെയും പുണ്യഭൂമിയാകുന്നു പല്ലന ഗ്രാമം. പല്ലന ഗ്രാമം ചരിത്ര പുസ്തകങ്ങളിൽ മറ്റൊരു പുണ്യാത്മാവിന്റെ പേരിനോടൊപ്പം ചേർക്കപ്പെടുന്നു. കുമാരകോടി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മഹാകവി കുമാരനാശാന്റെ കാവ്യജീവിതം അവസാനിക്കുന്നത്. പല്ലനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിലാണ് ആശാൻ ജലസമാധിയാകുന്നത്. അന്നു മുതൽ ഇവിടം കുമാരകോടിയെന്നും അറിയപ്പെടുന്നു. വീണപോവുന്ന മഹാകാവ്യത്തിലൂടെ നശ്വരമായ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന മഹാകവി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടുകൂടിയാണ് പല്ലന എന്നത് അമൃതമായ ആശാൻ കവിത പോലെ തന്നെ നമ്മുടെ സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചമാകെ മായാ പ്രതിഭാസമായി നിറഞ്ഞു നിൽക്കുന്ന ദേവീ ശക്തിക്ക് കാലവും ദേശവും അങ്ങനെ ഒന്നുമില്ലാതെ ഓരോ ദേശത്ത് ഓരോ ഭാവത്തിൽ തൻ്റെ മക്കളിൽ ആത്മീയ ജ്ഞാനം നിറയ്ക്കാൻ കുടികൊള്ളുന്നു. അങ്ങനെ യുഗങ്ങൾക്കപ്പുറത്തു നിന്ന് ദേവി ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഈ ദേശത്തെ ജനങ്ങളുടെ ജന്മാന്തര പുണ്യമായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടാൻ, ഈ ഗ്രാമാന്തരങ്ങളിൽ ദേവി കീർത്തനങ്ങളാൽ നിറയുവാൻ. കൊല്ലവർഷം 381 ആണ്ടിലാണ് പല്ലനയിലെ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. ഈ കൊച്ചു ഗ്രാമം വിവിധങ്ങളായ ഫലവനങ്ങളാൽ നിബിഡമായിരുന്നു. ഫലവനമെന്ന സംസ്കൃത പദമാണ് കാലാന്തരത്തിൽ പല്ലന എന്ന സ്ഥലനാമമാകുന്നത്. കാവുകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് സർപ്പ സാന്നിധ്യവുമുണ്ടായിരുന്നു. തറവാട്ട് വളപ്പിലുള്ള കാവുകളിൽ സർപ്പപൂജ നടത്തി നാഗങ്ങളെ ആരാധിക്കണമെന്ന് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം കാവുകളിൽ സർപ്പപ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു. മണ്ണാറശാല നാഗക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ പരശുരാമൻ പല്ലന ഗ്രാമത്തിലും എത്തിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. ഭവാനി പരമേശ്വരി ശിവാനി അവിടുത്തെ തൃപ്പാദം തേടി വന്നെത്തി. വയനവളാൽ തറവാട്ടിലെ ആത്മജ്ഞാനിയായ ഒരു ഭക്തൻ സാഗരത്തിന്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. കുറെ ദൂരം തെക്കോട്ട് നടന്നു നീങ്ങിയപ്പോൾ തീരത്ത് മണലിൽ പൊതിഞ്ഞ് ഒരു വിഗ്രഹം കിടക്കുന്നതായി കണ്ടു. തേജസ്സുറ്റ ആ വിഗ്രഹത്തിന് ചുറ്റും ജ്വലിച്ചുയരുന്ന സ്വർണ്ണ പ്രഭാപൂരം കണ്ടു. അദ്ദേഹം അത്ഭുതപ്പെടുകയും
മന്ത്രോച്ചാരണത്തോടെ വിഗ്രഹമെടുത്ത് മാറോടണച്ച് അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് പോവുകയും ചെയ്തു. തറവാട്ടിലെത്തിയ അദ്ദേഹം വീടിന്റെ മുൻഭാഗത്തെ കൂവളമരത്തിന്റെ തറയിൽ വിഗ്രഹം വച്ചു. വിഗ്രഹത്തിൽ നിന്നുള്ള പ്രഭാപൂരം കൂവളമരത്തിന്റെ ഇലകളെ വർണ്ണാഭമാക്കി. കൂറ്റൻ കൂവളമരത്തിന് കെട്ടിയ ചുറ്റുതറയിൽ വയനവളാൽ തറവാട്ടിലെ ഭക്തൻ പട്ടിൽ പൊതിഞ്ഞ് വിഗ്രഹം വിളക്ക് കത്തിച്ച് സമർപ്പിച്ചു. പുലർക്കാലത്തും സായം സന്ധ്യയിലും അവിടെ നിത്യം വിളക്ക് വെച്ച് പൂജിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് സ്ഥലശുദ്ധിയില്ലെന്ന് മനസ്സിലാക്കിയ കാരണവർ വിഗ്രഹം തന്റെ തറവാട്ടിലെ നിലവറയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി. നാളുകളേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ പലവിധ അസ്വസ്ഥതകളും അദ്ദേഹത്തിനുണ്ടായി. കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ച് പ്രശ്നം നോക്കിയപ്പോഴാണ് താൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ശ്രീ പോർക്കലി ദേവിയുടേതാണെന്നും ശക്തി ചൈതന്യ മുക്തിദായികയായ ശ്രീ പോർക്കലി ദേവി ഈ ദേശത്തെയാകെ ചൈതന്യപൂർണമാക്കുന്നതിനും ദേശത്തെ ജനങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ജീവിതം നൽകുന്നതിനു വേണ്ടിയാണ് കാലത്തിന്റെ നിയോഗമായി സാഗരത്തിലൂടെ സഞ്ചരിച്ച് ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയതെന്നുമായിരുന്നു ജ്യോത്സ്യന്മാരുടെ ശാസ്ത്രീയമായ നിഗമനം. പ്രശസ്തരായ ജ്യോത്സ്യന്മാരെയും വേദശാസ്ത്ര പ്രമുഖരെയും വരുത്തി വിധിപ്രകാരം പൊതു ആരാധനയ്ക്കായി ശ്രീ പോർക്കലി ദേവിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിച്ചു. ഈ പ്രദേശങ്ങൾ ഇടപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു. തലമുറകളുടെ ഗതിമാറ്റത്തിൽ പല മാറ്റങ്ങളും പിന്നീടുണ്ടായി. പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ കാര്യങ്ങൾ ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങൾക്കും മറ്റ് അനിഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ദേവീപ്രസാദവും വീണ്ടെടുക്കുന്നതിനും മറ്റുമായി മനയത്താറ്റില്ലത്തെ വേദശാസ്ത്ര നിപുണരായ നമ്പൂതിരിമാരെ ഇടപ്പള്ളി തമ്പുരാൻ നിയോഗിച്ചു. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് മനയത്താറ്റില്ലത്തെ തന്ത്രിമുഖ്യൻ പല്ലന ഗ്രാമത്തിലെത്തി ദേവീകോപം അകറ്റുവാനുള്ള നടപടികൾ തുടങ്ങി. പുനഃപ്രതിഷ്ഠ നടത്തിയും വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അഹോരാത്രം നടത്തിയും പഴയ ഐശ്വര്യങ്ങൾ വീണ്ടെടുത്തു. ശ്രീ പോർക്കലി ദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗ്രാമവാസികൾ ശ്രീ മഹാദേവനും ഒരു ക്ഷേത്രം സമർപ്പിച്ചു. അന്നുമുതൽ ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയുടെയും ദേവന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. പ്രപഞ്ചപുരുഷനായ മഹാദേവന്റെയും മായാ പ്രതിഭാസമായ ദേവിയുടെയും കടാക്ഷം ലഭിക്കാൻ പൂർവജന്മ പുണ്യം പോലെ ഗ്രാമീണ നൈർമല്യം നിറഞ്ഞ ഈ തലമുറയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചു. ഇവിടെ ഈ ഗ്രാമത്തിന്റെ ഹൃദയങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട് കർമ്മങ്ങളിൽ ദേവീ ദേവകൃപകൾ നിറയുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ കുതിരകളായാണ് സങ്കല്പിക്കുക. അത് എന്തിനു പിന്നാലെയും നിയന്ത്രണമില്ലാതെ പായും. മനസ്സിന്റെ തേര് അങ്ങനെ വഴിവിട്ടു പാഞ്ഞുകൊണ്ടേയിരിക്കും. ബുദ്ധിയുടെ തേരാളി വിവേകത്തിന്റെ കടിഞ്ഞാൺ കൊണ്ട് അവയെ നിയന്ത്രിക്കണം. അപ്പോഴാണ് ശരിയായ മാർഗത്തിലൂടെ അവ സഞ്ചരിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.